ഇതിനകത്ത് നമുക്ക് സംസാരിക്കാനുള്ളത് സെയിൽസ് ആണ് മെയിൻ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എനിക്ക് സെയിൽസ് ആണ് പറയാനുള്ളത്. സർവീസ് പറഞ്ഞു, HR പറഞ്ഞു. സെയിൽസിനകത്ത് സെയിൽസ് സ്റ്റാഫിന് അവരുടെ ലോഗിനിൽ ലീഡ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടാവും. ഓക്കെ, അത് ആഡ് ചെയ്ത ലീഡ്സ് ഇവിടെ അഡ്മിന് കാണാനുള്ള ഓപ്ഷൻസ് ആണ്. ഇപ്പൊ അഡ്മിൻ ലോഗിനാണ് ഉള്ളത്, ഇവിടെ അത് കാണിച്ചിരിക്കുകയാണ്. ഇപ്പൊ ലീഡ് ആഡ് ചെയ്യുന്ന സമയത്ത് അവർ ആഡ് ചെയ്യുന്ന ലീഡ്സ് ഇങ്ങനെയായിരിക്കും ഇരിക്കുന്നത്. ഈ ഇതേപോലെയൊക്കെ ആഡ് ചെയ്യുന്ന ഓപ്ഷൻസ് അവർക്കുണ്ടാവും. അപ്പൊ ഇതൊക്കെ അവരിങ്ങനെ ആഡ് ചെയ്തതിനു ശേഷം നമുക്ക് കാണാൻ പറ്റും. അഡ്മിൻ ആണെങ്കിൽ ഈ ആഡ് ചെയ്ത ലീഡ്സ് എല്ലാം ഓരോ സ്റ്റാഫിന് അസൈൻ ചെയ്ത് ലീഡ് ഓണറിനെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു സ്റ്റാഫ് റിസൈൻ ചെയ്യുക അല്ലെങ്കിൽ അവരെ മാറ്റി ഡിപ്പാർട്ട്മെന്റ് മാറ്റി ചെയ്താൽ അവരുടെ ലീഡിനെ വേറൊരു ആർക്കെങ്കിലും അസൈൻ ചെയ്യാൻ ഉള്ള ഓപ്ഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ? അഡ്മിന് ചെയ്യാൻ പറ്റും. അഡ്മിന് റിപ്പോർട്ട് കാണാൻ പറ്റും. ഏത് വർഷത്തെ, ഏത് മാസത്തെ, ഏത് ബിസിനസ് ടൈപ്പ് വേണമെങ്കിലും സ്റ്റാറ്റസ് വെച്ചിട്ടും സ്റ്റാഫിനെ വെച്ചിട്ടും ലൊക്കേഷൻ വെച്ചിട്ടും ഒക്കെ നമുക്ക് ഇതിനെ റിപ്പോർട്ട് ഡൗൺലോഡ് ചെയ്യാം. ഇത് വലിയ യൂസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. MIS പർപ്പസിനും ബിസിനസ് ഡിസിഷൻസ് എടുക്കാനൊക്കെ ആയിട്ട് യൂസ് ആയിട്ടുള്ള കാര്യമാണ്. ഇഷ്ടംപോലെ ഒരു 4-5 സ്റ്റാഫ് ഉണ്ടെന്ന് ഇരിക്കുക, സെയിൽസ് സ്റ്റാഫ് അല്ലെങ്കിൽ 10 സ്റ്റാഫ് ഉണ്ടെന്ന് ഇരിക്കുക. ഇവരിങ്ങനെ ലീഡ് ഡെയിലി ആഡ് ചെയ്തുകൊണ്ടിരിക്കും. മനസ്സിലായില്ലേ? ഇവർക്ക് കിട്ടുന്ന റെഫറൻസ് ആയാലും അല്ലെങ്കിൽ ഇവർ സെക്കൻഡറി സെർച്ച് നടത്തിയിട്ട് കിട്ടുന്ന ലീഡ്സ് ആയാലും ഇവരിങ്ങനെ സെക്കൻഡറി റിസർച്ച് എന്ന് വെച്ചാൽ ഇന്റർനെറ്റിൽ കൂടെ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഇൻബൗണ്ട് ആയിട്ട് കിട്ടുന്ന കേസസ്, ഇതെല്ലാം ഇവരെ ആഡ് ചെയ്തുകൊണ്ടേയിരിക്കും. മനസ്സിലായില്ലേ? അപ്പൊ ഈ ലീഡ്സ് എല്ലാം ആഡ് ചെയ്ത് ഒരു വലിയ ഡാറ്റയായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ മാനേജ് ചെയ്യാനൊക്കെ എക്സൽ കൊണ്ട് നടക്കുന്ന കാര്യമൊന്നുമല്ല. ചെയ്യാൻ പറ്റുമെന്നേ ഉള്ളൂ. പക്ഷെ അത് ഇവരുടെ പ്രൊഡക്ടിവിറ്റി ഒരുപാട് അഫക്ട് ചെയ്യും. അപ്പൊ നിങ്ങൾ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട കേസ് എന്ന് വെച്ചാൽ ഇത് MIS ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ? ഇപ്പൊ സെലക്ട് ആള് കൊടുത്തിട്ട് 2024 ഓഗസ്റ്റ് ജൂൺ ജൂലൈ whatever ഒക്കെ ഉണ്ടാവും. അങ്ങനെ ഡാറ്റ ഉണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് ദ ഡാറ്റ ഇൻ ദിസ് എക്സൽ ഫോർമാറ്റ്. ആ മാസം ആഡ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും കേസ് ഉണ്ടെങ്കിൽ മോസ്റ്റ്ലി ഇറ്റ് വിൽ ബി ദേർ. നോ നത്തിങ് ഈസ് ആഡ്. ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത് ഡമ്മി സോഫ്റ്റ്വെയർ ആണ്. മനസ്സിലായില്ലേ? ജസ്റ്റ് ഡെമോ സോഫ്റ്റ്വെയർ ആണ്. അപ്പൊ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ആയിട്ടുണ്ടെങ്കിൽ ഇതായിരിക്കും ഡാറ്റ നമുക്ക് വരുന്നത്. മനസ്സിലായില്ലേ? ഈ ഡാറ്റ യൂസ് ചെയ്തിട്ട് ഈ അഡ്മിനെ പോലത്തെ ആൾക്കാർ അല്ലെങ്കിൽ ഇവർ ഈ ഡാറ്റ ഡൗൺലോഡ് ചെയ്തിട്ട് സെയിൽസിന്റെ ഹെഡ് ആർക്കാണ് അവർക്ക് അയച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ഏത് ഹെഡാണ് അവർക്ക് അയച്ചു കൊടുക്കാം. മനസ്സിലായില്ലേ? ഇതിൽ വേറൊരു ഓപ്ഷൻ വെച്ചാൽ ലൊക്കേഷൻ ഉണ്ട്. മനസ്സിലായില്ലേ? ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് കസ്റ്റമർ ലൊക്കേഷൻ വേണമെങ്കിൽ കാണാം, അല്ലെങ്കിൽ ബ്രാഞ്ചസ് ആയിട്ട് കാണാനും സാധിക്കും. അതായത് പാലക്കാട് ബ്രാഞ്ച്, കൊല്ലം ബ്രാഞ്ച്. അപ്പൊ അഡ്മിൻ എന്ത് ചെയ്യും? പാലക്കാട് ബ്രാഞ്ചിലെ ഡാറ്റ അങ്ങനെ തിങ്ക് ചെയ്യാം. ശരിക്കും ഇത് ഇസ് മെന്റ് ഫോർ കസ്റ്റമർ ലൊക്കേഷൻ, പ്രോസ്പെക്റ്റിന്റെ ലീഡിന്റെ ലൊക്കേഷൻ ആണ്. വേണമെങ്കിൽ നമുക്ക് ഇത് ബ്രാഞ്ച് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. പാലക്കാട് ബ്രാഞ്ചിൽ ആൾക്കാരെ എൻട്രി ചെയ്യുന്ന സമയത്ത് പാലക്കാട് നിന്ന് തിരുത്തിയുടെ എൻട്രി ചെയ്യാം. അത് ഇവിടെ അഡ്മിൻ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് പാലക്കാട് ബ്രാഞ്ചിലെ ഡാറ്റ ഡൗൺലോഡ് ചെയ്തതിനു ശേഷം പാലക്കാടിലെ ബ്രാഞ്ച് മാനേജർ അയച്ചു കൊടുക്കും. ഇതാണ് നിങ്ങളുടെ ബ്രാഞ്ചിലെ ഡാറ്റ. അപ്പൊ പാലക്കാട് ബ്രാഞ്ച് മാനേജർ എക്സൽ എടുത്തിട്ട് പിവോട്ട് ടേബിളും ഗ്രാഫും മറ്റു കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും അവർക്ക് ബിസിനസ് ഡിസിഷൻസ് എടുക്കാൻ സാധിക്കും, അവർക്ക് ഗൈഡ് ചെയ്യാൻ സാധിക്കും. മനസ്സിലായില്ലേ? സോ അതൊക്കെയാണ് ഇതുകൊണ്ടുള്ള ഈ റിപ്പോർട്ട് ഡൗൺലോഡ് ചെയ്യാൻ കൊണ്ടുള്ള ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ. പിന്നെ കൊട്ടേഷൻ ഉണ്ട്, കൊട്ടേഷൻ ഓപ്ഷൻ ഉണ്ട്. അതായത് സെയിൽസ് സ്റ്റാഫിന് അവരുടെ ലോഗിനിൽ അവർ കൊട്ടേഷൻസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഒരു പ്രോസ്പെക്ട് അല്ലെങ്കിൽ ഒരു ലീഡ് ഓക്കെ ആണ്, നിങ്ങൾ കൊട്ടേഷൻ അയക്കുമെന്ന് പറഞ്ഞാൽ അവർക്ക് കൊട്ടേഷൻ ജനറേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് അവരുടെ ലോഗിനിലുണ്ട്. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ആ ലോഗിനിൽ പോയിട്ട് അവർ കൊട്ടേഷൻ ക്രിയേറ്റ് ചെയ്ത് അയക്കും. മനസ്സിലായില്ലേ? അത് അഡ്മിന് കാണാനൊക്കെ പറ്റും. മനസ്സിലായില്ലേ? They can view the quotations. ഇപ്പോൾ കൊട്ടേഷൻ ഉണ്ടെങ്കിൽ we can see the quotation, but it is not there. ഇതിപ്പോ ഡെമോ ആണ്, ഡമ്മി ആണ്, അതുകൊണ്ടാണ് ഇല്ലാത്തത്. ബട്ട് യൂസർ കൊട്ടേഷൻ ആഡ് ചെയ്യാൻ, സ്റ്റാഫിന് കൊട്ടേഷൻ ആഡ് ചെയ്യാൻ പറ്റും. അത് അഡ്മിന് വ്യൂ ചെയ്യാൻ പറ്റും. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടി വരുന്നത്, വർക്ക് ഫ്ലോ എന്ന് പറയും. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു പുതിയ ഫ്രഷർ ആയിട്ട് ഒരു സ്റ്റാഫ് ജോയിൻ ചെയ്തു. അപ്പൊ അയാൾക്ക് കൊട്ടേഷന്റെ കാര്യങ്ങളൊന്നും കുറിച്ച് വലിയ ഉറപ്പില്ല. നമുക്ക് മാനേജ്മെന്റിനും ഉറപ്പുണ്ടായിരിക്കില്ല അയാൾ കൊട്ടേഷൻ അയച്ചു കഴിഞ്ഞാൽ ശരിയാകുമോ, കാരണം അയാൾക്ക് എക്സ്പീരിയൻസ് ഇല്ല, അറിയില്ല. സോ അത്തരം അവസരത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? വർക്ക് ഫ്ലോ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. വർക്ക് ഫ്ലോ എങ്ങനെ ചേഞ്ച് ചെയ്യാന്ന് വെച്ചാല് ലൈക്ക് അതൊരു കണ്ടീഷൻ. അതല്ലാതെ ചില കണ്ടീഷനിൽ മാനേജ്മെന്റ് തന്നെ, കമ്പനി മാനേജ്മെന്റ് തന്നെ പറയും വർക്ക് ഫ്ലോ എന്താ വേണ്ടെന്നുള്ള കേസ്. സെയിൽസ് സ്റ്റാഫ് കസ്റ്റമറിന് അയക്കണ്ട, പകരം കൊട്ടേഷൻ എന്ത് ചെയ്യണം? നേരെ സെയിൽസ് സ്റ്റാഫ് പ്രിപ്പയർ ചെയ്തതിനു ശേഷം നേരെ അഡ്മിന് വരും. അഡ്മിൻ അത് വെരിഫൈ ചെയ്തതിനു ശേഷം അഡ്മിൻ മാത്രമാണ് കസ്റ്റമറിന് അയക്കാനുള്ള അവകാശമുള്ളത് എന്ന് റൂള് വെക്കുകയാണ്. കാരണം മേക്കർ ചെക്കർ കോൺസെപ്റ്റ്, അതാണ് കുറച്ചും കൂടെ ബെറ്റർ. ഒരാളും കൂടെ ചെക്ക് ചെയ്തിട്ട് എപ്പോഴും എന്ത് കാര്യം അയക്കുന്നതാണ് ബെറ്റർ.
ഹ്യൂമൻ എറേഴ്സ് പോസിബിൾ ആണ്, അതുകൊണ്ടാണ്. മനസ്സിലായില്ലേ? മേക്ക് എ ചെക്കർ കോൺസെപ്റ്റ്. അപ്പോൾ അങ്ങനെ ആ അവസരത്തില് കമ്പനിക്ക് റൂൾസ് ഡിസൈഡ് ചെയ്യാൻ ഫിക്സ് ചെയ്യാൻ പറ്റും. ആ റൂൾസ് എങ്ങനെ ഫിക്സ് ചെയ്യാ വെച്ചാൽ ഈ സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ ബേസിക് ഡീറ്റെയിൽസ് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യാൻ താഴത്ത് വന്നാൽ റിപ്പോർട്ട് ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്തിട്ട് ഏത് റിപ്പോർട്ട് നമ്മൾ പറയുന്നത് കൊട്ടേഷൻ റിപ്പോർട്ട്. സോ കൊട്ടേഷൻ റിപ്പോർട്ട് സെലക്ട് ചെയ്യാം. അപ്പോൾ അതിൽ കണ്ടോ വെരിഫിക്കേഷൻ ബൈ റിപ്പോർട്ട് ടൈപ്പ്. വെരിഫിക്കേഷൻ റിപ്പോർട്ട് ടൈപ്പ് എന്താ നോക്കണം ഫസ്റ്റ്. ക്രിയേഷൻ ഉണ്ട്, അപ്ലോഡും ഉണ്ട്. ക്രിയേഷൻ മീൻസ് സെയിൽസ് സ്റ്റാഫിന് തന്നെ ടൈപ്പ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അവർക്ക് ഓപ്ഷൻ ഉണ്ടോ ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ, അതിൽ ടൈപ്പ് ചെയ്യാൻ പറ്റും. അപ്ലോഡ് എന്ന് പറയുമ്പോൾ ആൾറെഡി വേർഡ് ഫയലോ PDF ഉണ്ടായിരിക്കും, അത് ഇവർക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. ജസ്റ്റ് അപ്ലോഡിങ്, ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ തീരുമാനിക്കാം സെയിൽസ് സ്റ്റാഫ് ടൈപ്പ് ചെയ്യണോ അതോ വേർഡ് ടൈപ്പ് ചെയ്തതിനു ശേഷം ആ സാധനം അപ്ലോഡ് ചെയ്യണോ എന്ന് തീരുമാനിക്കാൻ പറ്റും, അഡ്മിനെ ഡിസൈഡ് ചെയ്യാൻ പറ്റും. അതേപോലെ കൊടുക്കാം. അപ്പോൾ ഇത് ക്രിയേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. വെരിഫിക്കേഷൻ എങ്ങനെയാ? ബൈ സെയിൽസ് ബൈ അഡ്മിൻ. ബൈ സെയിൽസ് ആ കൊടുത്തെങ്കിൽ അത് അഡ്മിന് വരത്തില്ല. ഈ സെയിൽസ് സ്റ്റാഫിന് തന്നെ ഡയറക്റ്റ് കസ്റ്റമറിന് മെയിൽ അയക്കാൻ സാധിക്കും, കൊട്ടേഷൻ ഷെയർ ചെയ്യാൻ സാധിക്കും മെയിൽ വഴി. ഇനി ഇവിടെ ബൈ അഡ്മിനാ കൊടുത്തെങ്കിലോ സെയിൽസ് സ്റ്റാഫിന് മെയിൽ അയക്കാൻ പറ്റില്ല. ആ കൊട്ടേഷൻ നേരെ അഡ്മിന് കാണാൻ പറ്റും. അഡ്മിൻ അത് ചെക്ക് ചെയ്തതിനു ശേഷം അഡ്മിൻ ഓപ്ഷൻ ഉണ്ടാവും സെൻഡ് മെയിൽ. അങ്ങനെ വരുമ്പോൾ അഡ്മിന് മെയിൽ അയക്കാൻ ഓപ്ഷൻ വരും. സോ അങ്ങനെ വർക്ക് ഫ്ലോ ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് റിപ്പോർട്ട്, കൊട്ടേഷൻ റിപ്പോർട്ട്. അതേപോലെ തന്നെ സർവീസ് റിപ്പോർട്ടിന്റെ കേസ്, സർവീസ് മോഡിനകത്ത് സർവീസ് റിപ്പോർട്ട് വരും. ടെക്നീഷ്യനെ സർവീസ് റിക്വസ്റ്റ് അസൈൻ ചെയ്തതിനു ശേഷം അത് ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് സർവീസ് റിപ്പോർട്ട് എൻട്രി ചെയ്യേണ്ട ഓപ്ഷൻ വരും, പ്രിപ്പയർ ചെയ്യേണ്ട ഓപ്ഷൻ വരും. അവിടെ ഇതേപോലെ സെയിം സംഭവമാണ്. ക്രിയേഷൻ അപ്ലോഡും ഉണ്ട്. ആരാണ് മെയിൽ അയക്കേണ്ടത് കസ്റ്റമറിന്, ആഫ്റ്റർ വെരിഫിക്കേഷൻ ആണോ വിത്തൗട്ട് വെരിഫിക്കേഷൻ ആണോ കേസ്. അതേപോലെ തന്നെ ഇൻവോയ്സ് എന്ന് പറയുന്ന ഓപ്ഷനും അല്ല, ഈ രണ്ട് കേസാണ് വേണ്ടിയുള്ളത്. പിന്നെ ഇൻവോയ്സിനകത്ത് കുറച്ച് ഡീറ്റെയിൽസ് എക്സ്ട്രാ ആഡ് ചെയ്ത് ചോദിക്കുന്നുള്ളൂ. സോ മെയിൻ ആയിട്ട് സർവീസ് റിപ്പോർട്ടും കൊട്ടേഷൻ റിപ്പോർട്ടിലാണ് ഈ വർക്ക് ഫ്ലോ വരുന്നത്. അത് നമുക്ക് സെറ്റ് ചെയ്ത് സേവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ സെയിൽസിനകത്ത് അപ്രൂവ് കൊട്ടേഷൻസിനകത്ത് നോക്കി കഴിഞ്ഞാൽ പഴയ കൊട്ടേഷൻസ് കാണാൻ പറ്റും. കൊട്ടേഷൻ IDs ഒക്കെ ഉണ്ടാവും. ഓരോ കൊട്ടേഷനും കൊട്ടേഷൻ ID ഉണ്ടാവും. ആർക്കാണ് അയച്ചത്, ആരാണ് അയച്ചത്, ആരാണ് അയച്ചത്, ഫോൺ നമ്പർ എന്താ, കസ്റ്റമർ, അത് ഇത്, മെയിൽ സ്റ്റാറ്റസ് എല്ലാം കാണാം. ഇപ്പോൾ വേണമെങ്കിൽ വ്യൂ കൊട്ടേഷൻസ് എടുത്ത് നോക്കാൻ സാധിക്കും. അപ്പോൾ സെയിൽസിൽ അപ്രൂവ് കൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഫീച്ചറാണ്. കൊട്ടേഷൻ ഇവർക്ക് എന്താ പറയുക സെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഉള്ളത്. ഇത് കൂടാതെ തന്നെ വേറൊരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പൊ കൊട്ടേഷന്റെ ഫോർമാറ്റ് അവരുടെ കമ്പനിക്ക് ഒരു ഫോർമാറ്റ് ഉണ്ടെങ്കിൽ ആ ഫോർമാറ്റിൽ നമുക്കിത് സെറ്റ് ചെയ്ത് ഓട്ടോമേറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് ടെക്നീഷ്യൻ അല്ലെങ്കിൽ സെയിൽസ് സ്റ്റാഫ് ഡീറ്റെയിൽസ് എൻട്രി ചെയ്യാൻ ഓപ്ഷൻസ് വരും. അത് അവർ എൻട്രി ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് ഫ്ലോ അനുസരിച്ചിട്ട് ഓട്ടോമാറ്റിക്കലി ഇവരെ ഫോർമാറ്റിൽ കൊട്ടേഷൻ ജനറേറ്റ് ആകും. അങ്ങനെയും സെറ്റ് ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ? കൊട്ടേഷൻ അവരുടെ ഫോർമാറ്റ് എന്താണോ ആ രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ഇപ്പൊ എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഇവർക്ക് തന്നെ ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ വേറൊരു കാര്യം എന്ന് വെച്ചാൽ മെയിൻ ആയിട്ടുള്ള ഇൻപുട്സ് മാത്രം എൻട്രി ചെയ്യാൻ ചോദിക്കും. സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഇവരുടെ ഫോർമാറ്റിൽ കൊട്ടേഷൻ ജനറേറ്റ് ആവുകയും ചെയ്യും. ഓക്കെ, അത് നമ്മൾ അഡീഷണലി ചെയ്യേണ്ട കാര്യമാണ്. ഇത്രയാണ് സെയിൽസിന്റെ അകത്ത് വരുന്നത്. ഓക്കെ, ഇനി സെയിൽസ് സ്റ്റാഫിന്റെ ലോഗിൻ ഉണ്ട്. അത് അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും എന്തൊക്കെയാണ് അതിനകത്ത് വരുന്നത് എന്നുള്ള കാര്യം. ഇപ്പോ ഇത് കണ്ടോ, ഇതിപ്പോ സെയിൽസ് സ്റ്റാഫിന്റെ ലോഗിൻ ആണ്. അപ്പൊ അതിനകത്ത് പോയി കഴിഞ്ഞാൽ മാർക്ക് അറ്റൻഡൻസ് ഓപ്ഷൻ ഉണ്ട്. അവർക്ക് അറ്റൻഡൻസ് മാർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എല്ലാ സ്റ്റാഫിനും അറ്റൻഡൻസ് മാർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അതേപോലെ അറ്റൻഡൻസ് അവർക്ക് സൈൻ ഔട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അറ്റൻഡൻസ് റെഗുലറൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അതായത് അറ്റൻഡൻസ് മാർക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ പിന്നീട് മാർക്ക് ചെയ്യാനുള്ളൂ. അതിന് വേണ്ടിയിട്ട് ലീവ് റിക്വസ്റ്റ് റേസ് ചെയ്യാൻ സാധിക്കും അവർക്ക് ഏതാണോ അവരുടെ ടൈപ്പ് ഓഫ് ലീവ്. ഇപ്പൊ ക്യാഷ് ലീവ് 8.5 കേസസ് ആണ് ഉള്ളത് ബാലൻസ്, അതൊക്കെ അവർക്ക് മെൻഷൻ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇപ്പോൾ ഒരുപാട് ദിവസത്തെ കൂടുതൽ അവർ പറഞ്ഞിരിക്കുന്നതിനും കാട്ടി കൂടുതൽ ഡേ അവർ ലീവിന് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത് എക്സീഡഡ് ആണെന്ന് കാണിക്കും. മനസ്സിലായില്ലേ? സോ അതാണ് ഇതിനകത്തുള്ളത്. പിന്നെ അത് വരുന്നത് വെച്ചാൽ സെയിൽസിനകത്ത് ഞാൻ പറഞ്ഞ പോലെ ലീഡ് ആഡ് ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ടാവും. ഇതൊക്കെയാണ് ലീഡ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങൾ വരുന്നത്. ഇവിടെ ഡിസ്ട്രിക്റ്റ് കൊടുക്കാനും പറ്റും, സ്റ്റാറ്റസ് അങ്ങനത്തെ കാര്യം കൊടുക്കാൻ പറ്റും, ലീഡ് ആഡ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ക്രിയേറ്റ് കൊട്ടേഷൻസിൽ പോയി കഴിഞ്ഞാൽ അവർ കൊട്ടേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ക്ലയന്റിനെ അവർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഇതേപോലെ ഇപ്പോൾ ക്രിയേറ്റ് ഓപ്ഷനെ കൊടുത്തു ഇതേപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. മനസ്സിലായില്ലേ? പഴയ കൊട്ടേഷൻസ് അവർക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ വേറൊരു ഓപ്ഷൻ ഓട്ടോമേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അവരുടെ ഫോർമാറ്റ് പ്രകാരം നമ്മളിവിടെ ഇൻപുട്സ് കൊടുക്കും. അത് ഇൻപുട്ട് മാത്രം ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് ചെയ്യുമ്പോഴത്തേക്കും അവർ ഫോർമാറ്റ് പ്രകാരം കൊട്ടേഷൻ ജനറേറ്റ് ആവുന്ന ഒരു ഓപ്ഷനാണ് ഉള്ളത്. അപ്പോൾ ഇതാണ് സെയിൽസ് മോഡ്യൂളിന്റെ കേസ്.